ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മോദി തരംഗം, ഇപ്പം നിങ്ങളുടെ തന്നെ ഭാഷയിൽ ശബരിമല എന്നുള്ള സുവർണാവസരം, അക്കാലത്ത് പോലും ഈ പറയുന്ന ശക്തന്റെ തട്ടകത്തിൽ സുരേഷ് ഗോപി രണ്ടാമത് പോലും അല്ല മൂന്നാമതാണ്. അപ്പൊ ഇക്കുറി തൃശ്ശൂർ എടുത്ത പൊന്തുവോ സുരേഷ് ഗോപി? തീർച്ചയായും എങ്ങനെയാണ്? സുരേഷ് ഗോപി എടുക്കുക മാത്രമല്ല, തൃശ്ശൂരിന് മോഡി കൊടുത്തൊരു ഗ്യാരണ്ടി ഉണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. മോഡിയുടെ ഒരു ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയുടെ വോട്ട് എന്ന് പറഞ്ഞാൽ 2 തവണ തൃശ്ശൂരിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയായി, മറ്റൊരാൾ MP ആയി, ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് യാതൊരു തരത്തിലുള്ള വികസനം കൊണ്ടുവരാത്ത 2 ആളുകളുമായിട്ടാണ് സുരേഷ് ഗോപിയുടെ മത്സരം. അതിൽ ഒരു MP അദ്ദേഹം തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ അടിച്ച് ഞാൻ തന്നെയാകും ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അദ്ദേഹം നടത്തിയ സ്നേഹയാത്ര ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ബോധം പോയൊരു നിമിഷമുണ്ട് ഇവിടെ മുരളീധരൻ വന്നത്. അപ്പൊ അദ്ദേഹത്തെ തന്നെ തികഞ്ഞ പരാജയമാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നേരത്തെ സന്ദീപ് പറഞ്ഞല്ലോ, ഇവിടെ കാർഷിക മന്ത്രിയായിരുന്നു അദ്ദേഹം, നടത്തി കുറെ വികസനം എന്ന് പറഞ്ഞു. ഈ തൃശ്ശൂരിന്റെ നഗരത്തിൽ സുനിൽ കുമാർ കൊണ്ടുവന്ന ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ സന്ദീപിന് പറ്റുമോ? ചോദിക്കാം. അല്ലെ, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി. അപ്പൊ സുരേഷ് ഗോപി ജയിച്ച കേന്ദ്രമന്ത്രി, രാജീവ് ചന്ദ്രൻ ജയിച്ച കേന്ദ്രമന്ത്രി, ശോഭാ സുരേന്ദ്രൻ ജയിച്ച കേന്ദ്രമന്ത്രി. അപ്പൊ എത്ര കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ? 5 പേര്, 6 പേര്, 6 കേന്ദ്രമന്ത്രിമാർ. എത്ര പേരാ? മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ ഈ കേരളത്തിൽ വെറുതെ പറയല്ലേ, മൻമോഹൻ സിംഗിന്റെ 2ാം മന്ത്രിസഭയിൽ കേരളത്തിൽ 9 മന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ ജയിച്ച രാജീവ് ചന്ദ്രശേഖർ ഗ്യാരണ്ടി മന്ത്രി, സുരേഷ് ഗോപി ഗ്യാരണ്ടി, ശോഭാ സുരേന്ദ്രൻ ഗ്യാരണ്ടി, കേരളത്തിൽ നിന്ന് 20 BJP-കാർ ജയിച്ചാൽ 20 പേര് മന്ത്രി, 20 കേന്ദ്രമന്ത്രി. ഒരു സംശയം വേണ്ട, മോഡിയുടെ ഗ്യാരണ്ടിയാണ്. സംശയം വേണ്ട. കേരളത്തിലോട് ഞങ്ങൾ കരുതലാണ്. അല്ല, സുരേഷ് ഗോപി രാജ്യസഭാംഗമായിരുന്നില്ലേ? അല്ല സുരേഷ് ഗോപി ചോദ്യം 6 വർഷം രാജ്യസഭ അംഗമായിരുന്ന സുരേഷ് ഗോപിനെ അന്ന് മന്ത്രിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അധികാരത്തിൽ വരും. കേരളത്തോട് കരുതൽ. ഇന്ത്യൻ പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ഒരു പാർലമെന്റാണ് ഈ പാർലമെന്റ്. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറെ നിങ്ങൾ നിയമിക്കുന്നില്ല? ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യമാണ് നിൽക്കണം. നിങ്ങൾ ആദ്യം സ്വന്തം പ്രതിപക്ഷ പെട്രോള് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 റുപ്യ താഴെയാക്കുന്നു. 10 റുപ്യ പെട്രോളിന്റെ നിയന്ത്രണ അവകാശം എടുത്തു കളഞ്ഞതാരാ?